ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെക്കൂസ് ആൻഡ് മിച്ചൂസ് വേൾഡ്. ഞങ്ങൾ മൊത്തം 5 ആഴ്ചത്തെ വെക്കേഷനാണ് നാട്ടിൽ പോയത്. ഫസ്റ്റ് 4 ആഴ്ച തിരക്കായിരുന്നു. ആദ്യത്തെ ആഴ്ച കൊച്ചിൻ്റെ മാമോദിസ, പിന്നെ എൻഗേജ്മെൻറ്റ്, ജിനിയുടെ കല്യാണം, അങ്ങനെ തിരക്ക്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആയ സമയത്ത്, അതും ജിനിയും അജും പാലക്കാട് വന്ന സമയമാണേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു അവരെയും കൊണ്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കറങ്ങാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തൊരു സ്ഥലമാണ് നല്ലേപ്പള്ളിയിലുള്ള തനിമ ഫാം ലൈഫ്. ഇന്നത്തെ ഈ ട്രിപ്പ് അങ്ങോട്ടാട്ടോ. ഞങ്ങൾ 2 കാറുകളിലായി. അച്ചാച്ചനും അജുവും ജിനിയും പപ്പയും അമ്മയും, പിന്നെ പ്രവീൺചാൻ, ചേച്ചി, നെവിൻകുട്ടൻ, ആമിക്കുട്ടി, ഞാൻ, ചെക്കൂസ്, മിച്ചൂസ്, ഇത്രയും പേരായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രവീൺചാനും പിള്ളേരും ചേച്ചിയും ഡേ ഔട്ട് മാത്രമേ ഉള്ളൂ, കാരണം നാളെ പിള്ളേർക്ക് സ്കൂളുണ്ട്. ഇതാണ് പാലക്കാട് നല്ലേപ്പള്ളിയിലുള്ള തനിമ ഫാം ലൈഫ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ ബുക്ക് ചെയ്യണം നേരത്തെ. ഡേ ഔട്ടിനാണെങ്കിലും സ്റ്റേക്കാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യണം. വാക്കിംഗ് സർവീസ് ഇല്ല. ഈ ഗ്രീൻ ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്നവരാണ്. ബാക്കി ബ്ലൂ കളർ ഡേ ഔട്ടുകാർ, അങ്ങനെയാണ്. ഇത് എൻ്റെ അമ്മയും അജുവും. ഇതെൻ്റെ പപ്പയാണേ. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പം എല്ലാ സ്ഥലത്തും, അതായത് ഒരു മാസം ഒരു ട്രിപ്പ്, ഒരു സിനിമ, അത് പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. അത് അങ്ങനെ പപ്പ എല്ലാ മാസവും ഞങ്ങളെ കൊണ്ടുപോയിട്ടാന്ന് തോന്നുന്നു എനിക്കും ജിനിക്കും ട്രാവലിനോട് ഇത്ര ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ റൂമുണ്ടല്ലോ, നമുക്ക് പുറത്തിരുന്നും റെസ്റ്റ് എടുക്കാം, ഉള്ളിൽ AC ആണ്, ഉള്ളിലിരുന്നും റെസ്റ്റ് എടുക്കാം. പാലക്കാടിലെ ചൂട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഈ ഒരു AC റൂമിൽ കയറുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് നമ്മൾ. ഞങ്ങളോട് നേരത്തെ ഒരു 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അതിൽ പ്രവീൺചാനും ചേച്ചിയും പിള്ളേരും ഡേ ഔട്ട് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡേ ഔട്ട് ആക്ടിവിറ്റീസ് രാവിലെ 10 to വൈകുന്നേരം 5:30 വരെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ലക്ഷറി വില്ലാസ് 4 ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള ആ ഏരിയയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഫ്രഷ് മാംഗോ ആണ്. അതായത് ഈ ഫാമിൽ തന്നെയുള്ള ഫ്രഷ് മാംഗോ ജ്യൂസും കുക്കിയും കൂടെയാണ്. അപ്പം ഈ TFL മീൻ ചെയ്യുന്നത് തനിമ ഫാം ലൈഫ് എന്നാണ്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല, പിന്നെയാണ് അത് കത്തിയത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ അക്വേറിയം ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് കാണുന്നുണ്ടല്ലോ, അവിടെയാട്ടോ ബോട്ടിംഗ് സർവീസ്. ബോട്ടിംഗ് മീൻസ് നമുക്ക് പെഡൽ ബോട്ടിങ്ങിൻ്റെ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. പെഡൽ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളോട് നാളെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലാനിങ് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. ഇതാണ് ലിജോ. ഇവനെയാണ് ഞങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ഗൈഡ്. നല്ല ഗൈഡായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ആദ്യം ആ ദിവസം തൊട്ട് പിറ്റേ ദിവസം സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നവരേക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു. ഈ കാണുന്നതുണ്ടല്ലോ, ഞങ്ങൾ ബഗ്ഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര മിസ്റ്റി ഫീലാണ് കേട്ടോ ഇതിൽ കൂടെ പോകുമ്പം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഞങ്ങളാരും അതിനകത്ത് കയറിയില്ല. അച്ചാച്ചനും അജും ജിനിയും കൂടെയാണ് അത് ഫുൾ കയറി കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഈ ഒരു ഫോറസ്റ്റിന് പറയുന്ന പേരാണ് മഹാഗണി ഫോറസ്റ്റ്. ഏകദേശം 32 ഏക്കറോളം വിസ്താരമുള്ളൊരു ഫാമാട്ടോ ഇത്. ഇത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് പ്രവീൺചാനും ചേച്ചി തന്നെയാണ്. കാരണം അവരൊരിക്കൽ ഇവിടെ വന്നതാണ്. അന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഡേ ഔട്ട് തന്നെയായിരുന്നു. ഡേ ഔട്ട് എന്ന് പറയുമ്പോൾ അവർ ഉൾപ്പെടുന്നത് കുറേ ആക്ടിവിറ്റീസ് പ്ലസ് ഇവിടുത്തെ ഫ്രഷ് ഫാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആട്ടോ. ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒന്ന് മാറി കുറച്ച് ഫ്രഷ് എയർ കൊള്ളണം, ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാം ലൈഫ് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. പ്രവീൺചാനും ചേച്ചിയും പിള്ളേരും ഒരിക്കൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. പക്ഷേ ബാക്കി ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഫാം ലൈഫിലേക്ക് വരുന്നത്. ഈ ഫാം ലൈഫിൻ്റെ ഓണർ എന്ന് പറയുന്നത് സക്കറിയ എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. അങ്കിള് പാലക്കാട് കർഷകശ്രീ അവാർഡ് വിന്നറും കൂടെയാണ് കേട്ടോ. പിന്നെ ഇവർ ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എല്ലാം തീരുന്നത് വരെ ഞങ്ങൾ ആ ഫാം ലൈഫിൽ കുറച്ച് ഈ മഹാഗണി ഫോറസ്റ്റിൽ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ മാറി മാറി ആ ഊഞ്ഞാലിലൊക്കെ ആടിക്കൊണ്ടിരുന്നു. പിള്ളേരവിടെ ഷട്ടിലും ബാറ്റും കളിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് വേറെയും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മീൻസ് ഇങ്ങനത്തെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷോപ്പ് പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒരു സർബത്ത് കുടിച്ചു. ഇതിനടുത്ത് തന്നെ ഒരു ഫിഷ് സ്പാ ചെയ്യുന്നൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവിടെ പോയിരിക്കലായിരുന്നു. ഞങ്ങൾക്ക് ഈ ഫിഷ് സ്പാ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഫീലാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഫിഷ് സ്പാ ചെയ്യുമ്പം. ഈ ഫിഷ് സ്പാ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ ഡെഡ് സ്കിന്നെല്ലാം പോവും, ക്രാക്സ് പോവും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഭയങ്കര നമ്മുടെ സ്ട്രെസ് സ്ട്രെയിനൊക്കെ കുറയും, ഒരു മസാജിങ് ഫീല്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തായിരുന്നാലും ഞങ്ങളെല്ലാവരും, ആമിക്കുട്ടിയും മെവിൻകുട്ടനും അടക്കം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നന്നായി റിലാക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോയത്.
ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആക്ടിവിറ്റീസ് കഴിയുമ്പോഴും അടുത്തത് എന്ത് ചെയ്യണമെന്ന് ലിജോ പ്രത്യേക പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അടുത്തത് ഞങ്ങളെയും കൊണ്ട് പോയത് അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് അവിടുത്തെ ഫാമിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അവിടുത്തെ കുളത്തുനിന്നുള്ള ഫിഷ് അടക്കം, പിന്നെ നാടൻ കോഴിയടക്കം, അങ്ങനെ എല്ലാം അടങ്ങുന്ന അടിപൊളി ഒരു ഊണായിരുന്നു. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇത്രയും ഫ്രഷായ ടേസ്റ്റുള്ളൊരു ഫുഡ് ഞങ്ങൾ വേറെ കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് റൂമൊക്കെ ഒന്ന് പോയി കാണാമെന്ന്. പക്ഷേ ലിജോ പറഞ്ഞത് ഒരു റൂമേ റെഡി ആയിട്ടുള്ളൂ, അത് താഴത്തെ റൂമാണ്, ബാക്കി 2 റൂം മുകളിലാണ്, അത് റെഡി ആയിട്ടില്ലെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പപ്പയുടെയും അമ്മയുടെയും റൂമായിരിക്കും താഴെ എടുക്കാൻ പോകുന്നത്. അപ്പം പിന്നെ അവിടെ കൊണ്ട് ലഗേജൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് പോയി. പറയാതിരിക്കാൻ പറ്റത്തില്ല, ആ ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ആ ബിൽഡിങ്ങിൻ്റെ ആ മൊത്തത്തിലുള്ള സ്ട്രക്ചർ, അതിൻ്റെ പുറത്തെ ഉള്ള ഒരു പ്രകൃതി ഭംഗി, പിന്നെ അതിന് തൊട്ട് ഇപ്പുറത്ത് ഏറുമാടം ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാച്ചനും ആജുവും കൂടെ അവിടെ ഒന്ന് കയറിയിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ തന്നെ ആ റൂമിനോട് അടുത്ത് ഒരു മിനി ലൈബ്രറി, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ബുക്കുകൾ വായിക്കാൻ പറ്റിയില്ല, അതിനൊട്ട് സമയം കിട്ടിയില്ല. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിലത്തെ റൂം റെഡി ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് മുകളിലെ റൂമുകളും കൂടെ കണ്ടിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളോടും കൂടെയുള്ള ഒരു അടിപൊളി റൂമായിരുന്നു. സാധാരണ ഹോട്ടൽ റൂമിൽ നിന്നും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് ഈ വെള്ളമാണ്. അതായത് സാധാരണ കിണറ്റിലെ വെള്ളമാണ് ഇത് വെച്ചിരിക്കുന്നത്, മൺകുടത്തിൽ. അപ്പുറത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, കദളിപ്പഴം. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്സ് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പറയാനുള്ളത് ഈ കട്ടിലും ഇരിക്കുന്ന ചെയറുകളും. ഈ കട്ടിൽ ഞാൻ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കാണുന്നത് സിനിമയിലാണ്, പിന്നെ കാണുന്നത് ഈ തനിമയിൽ വന്നിട്ടാണ് കേട്ടോ. പിന്നെ ആ ചാരി കസേര, എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ സത്യം പറഞ്ഞ് ഈ കസേരയിൽ ഇരുന്നിട്ട് നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ എനിക്കൊരു വ്യത്യാസം തോന്നിയത്, അതായത് മറ്റുള്ള ഹോട്ടലിൽ നിന്നും ഇവിടെ വ്യത്യാസം തോന്നിയത്, എല്ലാ ഹോട്ടലിലും ഹെയർ ഡ്രയർ, പിന്നെ സോപ്പ്, ഷാമ്പു, കണ്ടീഷണർ എല്ലാം കാണും. പക്ഷേ ഇവിടെ പകരം ഇവർ വെച്ചിട്ടുണ്ടാകുന്നത് ചെറുപയർ പൊടിയും എണ്ണയും ആയിട്ടോ. അതെനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റൂമിൽ ലഗേജ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് അവിടെയുള്ള എക്സോട്ടിക് ബേർഡ്സ്, പിന്നെ ക്യാറ്റ്, കുറച്ച് വെറൈറ്റി ബ്രീഡ്സിലുള്ള ഡോഗ്, അങ്ങനെ അതിനെയൊക്കെ കാണാനാണ്. അതിൽ ഈ ക്യാറ്റിൻ്റെ കൂട്ടിലേക്ക് പിള്ളേരെല്ലാവരും ഒരു കയറ്റി വിട്ടു. നമുക്കതിനെ തൊടാം, അതിൻ്റെ കൂടെ ഇരിക്കാം. കുറച്ച് നേരം കുഞ്ഞെല്ലാം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് പുറത്തുനിന്ന് കണ്ട് നമ്മളും അത് എൻജോയ് ചെയ്തു. ഈ പേര് പോലെ തന്നെ ഒരു ഫാം ആകുമ്പോൾ എന്തെങ്കിലും പശുക്കളുണ്ടാവുമല്ലോ. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കുറേ ബ്രീഡ്സിലുള്ള പശുക്കളും ഉണ്ട് കേട്ടോ. പിന്നെ ഹോഴ്സ് റൈഡും ഇവിടെ ഉണ്ട്. ഞങ്ങളാരും അതിനകത്ത് കയറിയില്ല. അജും ജീനിയും എവിൻകുട്ടനെ വെച്ചിട്ട് ഒരു റൈഡ് പോയിട്ട് വന്നു കേട്ടോ. ഇനിയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, അതായത് സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും. ഞാനും മിച്ചുവും ചെക്കൂസും എൻ്റെ പപ്പയും അമ്മയും ഞങ്ങൾ ഇത്രയും പേര് അങ്ങനെ മാറി നിന്നു. ബാക്കി എല്ലാവരും കിട്ടിയ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എല്ലാവരും എല്ലാത്തിലും അങ്ങ് കയറി. എനിക്ക് പൊതുവേ ഹൈറ്റ് ഇത്തിരി പേടിയാണ്, അതുകൊണ്ട് ഞാൻ ശരിക്കും അങ്ങനെ ഐസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ഞാൻ താഴെ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞാൻ കണ്ട് എൻജോയ് ചെയ്തു, അവർ കയറി എൻജോയ് ചെയ്തു, അത്ര തന്നെ. എന്നെ എല്ലാവരും നിർബന്ധിച്ചു ഒന്ന് ചെയ്തു നോക്കാൻ. കാരണം ഈ കൊച്ചു ആമി വരെ സിപ്പ് ലൈനിൽ കയറി. അപ്പം എനിക്കെന്തുകൊണ്ട് കയറിക്കൂടാ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. സമയമുണ്ടല്ലോ, നമുക്ക് കയറാനുള്ള ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കാണ്. നല്ല അടിപൊളി പാർക്ക്. കുട്ടികൾ മാത്രമല്ല വലിയവരും എൻജോയ് ചെയ്തു. അതിലിതേ കണ്ടില്ലേ, അജുവും ജീനിയും നല്ല അടിപൊളിയായിട്ട് സ്ലൈഡ് ചെയ്ത് വരുന്നത്. പിള്ളേർ എൻജോയ് ചെയ്യട്ടെ. പക്ഷെ അവരുടെ വിചാരം ഉണ്ടല്ലോ, ഇതാരും കാണുന്നില്ലെന്നാ. നല്ലൊരു വലിയൊരു ട്രംബോളിനപ്പുറത്തുണ്ടായിരുന്നു. അത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വിടുവോ? എല്ലാവരും കൂടെ കയറാൻ അങ്ങ് തുടങ്ങി. ആദ്യം എവിൻകുട്ടനും എവിൻകുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചാച്ചൻ കയറി, അതിൻ്റെ പിന്നാലെ അജുവും കയറി. അങ്ങനെ എല്ലാവരും കൂടെ ചാട്ടമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു അടിപൊളി ലൈവ് മ്യൂസിക്. ഈ ഫാമിൽ മൊത്തം 3 സ്വിമ്മിംഗ് പൂളാട്ടോ ഉള്ളത്. ഞങ്ങൾ സ്റ്റേ ആയതുകൊണ്ട് ഇത് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഒരു അലോക്കേറ്റഡ് ഒരു ടൈം തന്നതുകൊണ്ട് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം പിള്ളേരും ഞങ്ങളും എല്ലാവരും വെള്ളത്തിലിറങ്ങി മാക്സിമം എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് അവർ ചായ റെഡിയാക്കാമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 5 മണിയൊക്കെ ആയി. ഇതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി പോയി.
ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പ്രവീൺചാനും ചേച്ചിയും പിള്ളേരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോയി. കാരണം ഡേ ഔട്ടിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം 5:30 തീർന്നായിരുന്നു. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക കാര്യം വിട്ടുപോയത്. കാരണം ചായയുടെ കൂടെ കഴിക്കാൻ നല്ല കപ്പ വേവിച്ചതും ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മലപ്പുറത്ത് ഒരു മിനി ഊട്ടിയിൽ പോയപ്പം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയതാണ്. പിന്നെ ഞാൻ കയറുന്ന ഇന്നാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. ഇത് ഈവനിങ്ങിലെ ഡിന്നറാണ്. നല്ല ലൈവ് ദോശയും ഓംലെറ്റും ചപ്പാത്തിയും നൂൽപുട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് തനിമ ഫാം ലൈഫിലെ ഞങ്ങളുടെ 1ാം ദിവസം. അപ്പോൾ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.